ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് തന്ന സാവകാശത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതിലൊക്കെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും അവിടുന്ന് കൃപ ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ നാം ഉയർത്തപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വവും മഹിമയും ലോകത്തിൽ വിളംബരം ചെയ്യുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ എടുത്ത് ഉപയോഗിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും അങ്ങയിലും കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തു. ഈ 5ാം സ്റ്റേജിൻ്റെ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നേരത്തെയുള്ള സ്റ്റേജിനേക്കാൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. മാർക്കിങ്ങും അതുപോലെ തന്നെയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് പഴയ രീതിയിൽ, ശരിയായ ഉത്തരങ്ങൾക്ക് 5 മാർക്ക്, തെറ്റാകുന്നതിന് -1, ഉത്തരം പറയുന്നില്ലെങ്കിൽ മാർക്കുമില്ല. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. റൈറ്റ്. അടുത്തത് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. അത് ജോളി ജയകുമാറിൽ നിന്ന് ആരംഭിക്കും. ഇത് പഴയ രീതി തന്നെ. ശരിയായ ഉത്തരങ്ങൾക്ക് 5, തെറ്റായിട്ടുള്ള -1. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോദ്യമുണ്ടാവും. അത് വിജയ സൈമൺ എന്നായിരിക്കും ആരംഭിക്കുന്നത്. ഓക്കെ. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. കഴിഞ്ഞ സ്റ്റേജിലെ പോലെ തന്നെ 5 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്ക് വീതം. ഇത് പൊതു ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ബസർ റൗണ്ടാണ്. ബസർ അമർത്തിയിട്ടുള്ള ചോദ്യം. ഓക്കെ. ഒരു വ്യത്യസ്തമായ റൗണ്ട്, ഒരു പുതിയ റൗണ്ട് എന്ന് പറയുന്നത് പ്രൈസ് റൗണ്ടാണ്. നമ്മൾ പ്രൈസ് റൗണ്ടിൽ നാം നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പാടുവാൻ്റെ അവസരം തന്നു, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ. അത് വ്യക്തിപരമായ രീതിയിലുള്ളതായിരുന്നു. ഇവിടെ പ്രസിദ്ധമായ ഒരു ആത്മീയ ഗീതം ഇവിടെ പ്ലേ ചെയ്യും. അത് ആരെഴുതിയതാണ്, എഴുതിയ പശ്ചാത്തലം എന്താണെന്നുള്ളത് പറയണം. റൈറ്റ്. പുതിയ ഗാനങ്ങളൊന്നുമല്ല, പഴയത്. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. നാം അറിഞ്ഞിരിക്കണം ആരാണത് എഴുതിയത്, അതിൻ്റെ പശ്ചാത്തലം അതറിയുന്ന രീതിയിൽ പറയുക. അപ്പോൾ എഴുതിയ ആളിനെ കൃത്യമായിട്ട് പറയുമ്പോൾ 4 ചോയ്സ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം എല്ലാവരും ഓർത്തിരിക്കുകയില്ല. അതുകൊണ്ട് 4 പേരുടെ പേര് പറയുമ്പോൾ ആരുടെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പറയുക. അത് ശരിയാണെങ്കിൽ 3 മാർക്ക് ലഭിക്കും. പറയുന്നില്ലെങ്കിൽ മാർക്കൊന്നുമില്ല. പക്ഷെ തെറ്റിച്ച് പറഞ്ഞാൽ -1. അത് കഴിഞ്ഞ് 2 മാർക്ക്. അതിൻ്റെ പശ്ചാത്തലം, ഏത് പശ്ചാത്തലത്തിലാണ് ആ ഗാനം എഴുതിയതെന്ന്. ചില ഗാനരചയിതാക്കളുടെ കാര്യം നമുക്കറിയാം, പക്ഷെ ചിലത് എനിക്കോ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അതിന് ആ പശ്ചാത്തലം ഇല്ല. പക്ഷെ അറിയാവുന്നതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ 2 മാർക്ക് കൂടി കിട്ടും. ഓൾറൈറ്റ്. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും സംശയത്തിന് മുൻപൊരു കാര്യം കൂടി. അപ്പോൾ ഈ 5 റൗണ്ട് മത്സരിച്ചിട്ടും ഒരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനമായി നേരത്തെ നിങ്ങൾക്കറിയാവുന്ന പോലെ ബൈബിൾ ബോംബ് ഉപയോഗിക്കും. റൈറ്റ്. അതിനാവശ്യം വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ കാര്യത്തിലുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? പ്രൈസ് റൗണ്ടിലും തെറ്റായ ചോദ്യത്തിന് തെറ്റിയുടെ വാവിളിച്ച് തെറ്റ് പറഞ്ഞാൽ ഉടൻ -1 ആണ്. അതിനകത്ത് പേര് ശരിയായിട്ട് പറഞ്ഞാൽ അറിയാൻ വയ്യെങ്കിൽ വിട്ടാൽ കുഴപ്പമില്ല. ശരിയായിട്ട് പറയണേ 3 മാർക്ക് ലഭിക്കും. പിന്നെ പശ്ചാത്തലം പറഞ്ഞാൽ 5 മാർക്ക് ലഭിക്കും. അതാണ്
യെസ് ജോളി, എവറിത്തിങ് ഈസ് ഫൈൻ. നിങ്ങൾ തന്നെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തുക പ്രേക്ഷകർക്ക്. എൻ്റെ പേര് ബ്ലെസ്സി സിയോണ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. CET സെക്കൻഡ് ഇയർ BTech സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വിജയ സൈമൺ, കവട ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. 2 മക്കൾ കുടുംബസ്ഥരാണ്, ഹൗസ് സേഫാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോളി ജയകുമാർ. 2 ആൺമക്കൾ, കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡിലെ ശുശ്രൂഷ മുഖത്തായിരിക്കുന്നു. സ്വദേശം പിരപ്പൻകോട്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ 5ാം സ്റ്റേജിലെത്തി. ഈ 5 സ്റ്റേജിൽ നിങ്ങളൊക്കെ പല ക്വിസ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഇതിൽ പങ്കെടുത്തു. 5 സ്റ്റേജുകൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഈ ക്വിസിനെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കാരണം ഇനിയും 4 സ്റ്റേജ് കിടക്കുകയാണ്. അപ്പോൾ എന്താണ്, വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, ആറ്റിറ്റ്യൂഡ്? എന്താ ഇതിനെക്കുറിച്ചുള്ള അവലോകനം എന്താണ്? പ്ലീസ്. മത്സരം എന്നതിനെക്കാട്ടിലും ഉപരി വചനം കുറച്ചും കൂടെ പഠിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും നടത്തിയതിന് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. റൈറ്റ്, താങ്ക് യു. എസ് വിജയ സാർ. ഇങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്കിതുവരെയും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞത് വളരെ അതിശയമായി തോന്നുന്നു. മറ്റൊരു കാര്യം, എനിക്ക് ഈ ബൈബിൾ ക്യൂസിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ, ക്യൂസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പഠിക്കുന്ന പെട്ടെന്ന് എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനമുള്ള സെഗ്മെൻറ്റുകളിൽ വന്ന പാട്ട്, അതുപോലെ സാക്ഷ്യം, പിന്നെ വചനത്തെക്കുറിച്ച് പറയാൻ പറ്റിയ അവസരങ്ങളൊക്കെ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയത്. പിന്നെ വചനം കൂടുതൽ പഠിക്കാനും ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. കുറച്ച് പേരെയൊക്കെ കാണുവാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടി. വളരെ സന്തോഷം. താങ്ക് യു ജോളി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊരു ബൈബിൾ ക്വിസ് പങ്കെടുത്തതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ബൈബിൾ ക്വിസുകളൊക്കെ കോമ്പറ്റീഷനിൽ ഒത്തിരി വർഷങ്ങളായി പങ്കെടുക്കുന്നു. എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയതാണ് ബൈബിൾ ഹിസ്റ്ററി എന്നുള്ളൊരു ലോകം. പിതാക്കന്മാർ നേടിയെടുത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന അനുഭവം എത്തിച്ചേരുന്നത്. എന്നാൽ ബൈബിളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു ബൈബിൾ ക്വിസുകളിലൊക്കെയാണ് പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ തന്നെ ഹിസ്റ്ററിയിലേക്കും ലോകത്തിലേക്കും സഭകളെക്കുറിച്ചും പ്രസ്ഥാനങ്ങളെക്കുറിച്ചും സഭാപിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ ഒന്ന് ജസ്റ്റ് കൂടുതൽ അറിവൊന്നുമില്ല. ശരിക്കും ഒക്കെ പെട്ടെന്ന് പഠിച്ചതുകൊണ്ട് മെമ്മറിയിൽ അധികം നിൽക്കുന്നുമില്ല. എങ്കിൽ കൂടി ഇനിയും ഇതൊരു തുടക്കം, എൻ്റെ ലൈഫിൻ്റെ ഒരു തുടക്കം ഈ പ്രായത്തിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയൊരു ബൈബിൾ ക്വിസിലും ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും, ബഹുമാനപ്പെട്ട സാറിന്, പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാഫ്, ഒരു കുടുംബം പോലെയാണ് എല്ലാവരും വന്ന സന്തോഷത്തോടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. നിങ്ങളെ പരിചയപ്പെടുത്തി, അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനിയും നമ്മുടെ സ്കോർ കീപ്പേഴ്സ് ആൻഡ് ജഡ്ജസ്. ഈ പ്രാവശ്യം ജഡ്ജ്മെൻറ്റിലൂടെ അവരെ ഉപയോഗിക്കും. കാരണം ബസർ പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കഴിയണം. റൈറ്റ്. മിസ്റ്റർ രാജീവ് വർഗീസ് എൻ്റെ പ്രിയഭക്തിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. രാജയെ ഈ ശുശ്രൂഷയിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള മിസ്സസ് ജാൻസി ഫിലിപ്പാണ്. ദുബായിൽ നിന്ന് ഇന്ന് വെളുപ്പിനാണ് എത്തിയത്. ദീർഘവർഷങ്ങൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. എൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റിൽ എൻ്റെ സഹായിയായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരിയാണ്. വിശുദ്ധ സത്യവേദത്തിൻ്റെ പരിഭാഷയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചു. തുടർന്നുള്ള എൻ്റെ ആത്മീയ പ്രസിദ്ധീകരണങ്ങളിലും രചനകളിലൊക്കെ എനിക്ക് കൈത്താങ്ങ് നൽകുന്ന സഹോദരിയാണ്. ജാൻസിയുടെ ഭർത്താവ് മിസ്റ്റർ ഫിലിപ്പ് ഒരു സുവിശേഷകനാണ്. ഈ ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷയാണ്. അദ്ദേഹം UAE പ്രവർത്തിക്കുന്നത്. അപ്പോൾ മക്കളും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കുടുംബമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് ഒരു എപ്പിസോഡിനെങ്കിലും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഒരു ദിവസത്തെ ലീവിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ജാൻസിയെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും കർത്തനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവമാക്കുവാനും അനേകർക്ക് ചൂണ്ടിക്കാണിക്കുവാനും ദൈവവചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഇത് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So we go to the first round.
അത് ബ്ലെസ്സിസ് ആണ്. റൈറ്റ്. ചണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടി ഇരിക്കുന്ന പുരുഷനെ കണ്ടത് ആരാണ്? ദാനിയേൽ. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബ്ലെസ്സിസ് ആണ്. വിജയസേന. മദ്യപാന്മാരെ ഉണർന്ന് കരയുവിൻ എന്ന് പറഞ്ഞ പ്രവാചകനാരാണ്? യോവേൽ. വളരെ ശരിയായ ഉത്തരമാണ്. 5 മാർക്സ് ഫോർ വിജയ സൈമൺ. അടുത്ത ജോളി. ഞാൻ നിന്നെ എടുത്ത് എൻ്റെ മുദ്രമോതിരമാക്കുമെന്ന് ആരിലൂടെ പറഞ്ഞു? ഇരമ്യാവിലൂടെ. -1 മാർക്ക് ഫോർ ജോളി. അടുത്ത ചാൻസ് ബ്ലസ്സിക്കല്ലേ? യെസ് ബ്ലസ്സി പറയൂ. ഇല്ല, അറിഞ്ഞുകൂടാ. വിജയ. നഹൂം പ്രവാചകൻ. നഹൂം പ്രവാചകൻ. ഒന്ന് തെറ്റിപ്പോയി. -1 മാർക്ക്. യഹോവയാം ദൈവമാണ് പറഞ്ഞത്. സെരുബാബലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹഗ്ഗായിലൂടെയാണ് പറഞ്ഞത്. ശരിയാണ്. ഞാൻ നിന്നെ എടുത്ത് മുദ്ര അറിഞ്ഞുകൂടാ എന്നത് തെറ്റി. നഹൂമും ഹഗ്ഗായും തെറ്റി. രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ്. പക്ഷെ ഹഗ്ഗായിലൂടെയാണ് സെരുബാബലിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഓക്കെ, യു ഡോണ്ട് ഓൾസോ ദിസ്. So that's the end of the story. Will you please give me the marks card? Blessy Siona gets 5 marks. Blessy Siona gets 5 marks. Vijaya Simon 4. Vijaya Simon gets 4 marks. And Jolie Jayakumar -1. And Jolie Jayakumar -1. So New Testament route. ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാകുന്നു. എന്താ അതിന് കർത്താവ് പറയുന്ന കാരണം? കള്ളനായ ഇടയൻ ആടുകളെ സൂക്ഷിക്കാത്തത് കൊണ്ട് യേശു പറഞ്ഞ നല്ല ഇടയനാണ്. യോഹന്നാൻ്റെ സുവിശേഷം. -1 മാർക്ക് ഫോർ ജോളി ജയകുമാർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു വിജയ് സൈമൺ. പ്ലീസ്. അറിയാമോ? യെസ് ബ്ലസ്സി. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നത് കൊണ്ട്. ദാറ്റ്സ് ദ പോയിന്റ്. പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഒരു കാര്യം കൂടെ ചേർക്കണമായിരുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കള്ളൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. സോ 4 മാർക്സ് ഫോർ ബ്ലെസ്സിസ് ആണ്. റൈറ്റ്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിജയ സൈമണാണ്. റെഡിയാണോ? പത്രോസ് എവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നത്? യെരുശലേമിൽ. യെരുശലേമിൽ. -1 മാർക്ക് ഫോർ വിജയ സൈമൺ. ബ്ലെസ്സിസ് ആണ്. പാസ്സാണ്. ജോളിക്ക് അറിയാവുന്നത്. ശമരിയ, എഫസോസ്, സിസേറിയ. കൊർന്നല്യോസിന്റെ വീട്ടിൽ. ഓർക്കുന്നില്ലേ അത്? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. സ്നാനപ്പെടുത്തിയില്ല, അതിന് മുൻപേ വന്നു. അപ്പോൾ ഒരു വലിയ വിവാദമായിരുന്നു. ഇവർക്ക് പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിക്കും? സ്നാനപ്പെടുത്തുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് വന്നു. വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു ഭാവമാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ്. -1 മാർക്ക് ഫോർ ജോളി ജയകുമാർ. ഓക്കെ, നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ ടു യു. യെരുശലേമിലെ സഭയിൽ പ്രമുഖനായിരുന്ന ബർശബാസ് എന്ന വ്യക്തിയുടെ മറുപേർ എന്തായിരുന്നു? Joseph called Barsabas, who was also called Justus. No. Barsabas. Joseph called Apostle. That's not the answer. Yes, Jolly. യൂദ. Correct answer. Right answer. ഞാൻ പറഞ്ഞില്ലേ? What are you talking? Yes, it's a different thing. You're talking about Barnabas. All right. Blessy Sana gets -1 mark and Jolly Jayakumar gets +4 marks. അങ്ങനെ ആ റൗണ്ട് അവസാനിക്കുകയാണ്. All right. So will you please give the marks? Blessy Siona gets 3 marks. Blessy Sana gets 3 marks. Vijaya Simon -1. Vijaya Simon -1. Jolie Jayakumar 2 marks. Jolly Jayakumar 2 marks.
മൈനസ് മാർക്ക് ക്യാൻസൽ ചെയ്തോളാം. റൈറ്റ്. നെക്സ്റ്റ് ഇസ് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്മസ് ഫാദർ അഥവാ സാന്റാ ക്ലോസ് കടന്നു വന്നതിൻ്റെ ഐതിഹ്യം എന്താണ്? അറിഞ്ഞൂടാ. റൈറ്റ്. ദി നെക്സ്റ്റ് ഈസ് ജോളി. പാസ്. വളരെ നല്ല മറുപടിയാണ്. പാസ്. യെസ് ബ്ലസ്സി. ബിഷപ്പ് നിക്കോളാസ് ആണ് അത് തുടങ്ങിയത്. ബിഷപ്പ് നിക്കോളാസ് ആണ് തുടങ്ങിയത്. എങ്ങനെ തുടങ്ങി? പറയൂ. പാവപ്പെട്ട കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ശരിയാണ്. പറയൂ. സമ്മാനങ്ങൾ ഒരു ദിവസം ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ നൽകി സഞ്ചിയിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ആ ബിഷപ്പിൻ്റെ വേഷമാണ്. അത് മൈറ എന്ന് പറയുന്ന സ്ഥലത്താണ്. റൈറ്റ്. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നെ അനേകം രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു. അപ്പോൾ ആ ബിഷപ്പ് നിക്കോളസിൻ്റെ വേഷവിധാനം ക്രിസ്മസ് ഫാദറായിട്ട് സ്വീകരിച്ചു. ക്രിസ്മസ് ഫാദർ ഇവിടെയൊക്കെ നമ്മൾ ചുവന്ന കുപ്പായമാണ് കാണുന്നത്. ചില രാജ്യങ്ങളിൽ വേറെ കുപ്പായങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അനേക തരത്തിലുള്ള ഡ്രസ്സസുള്ള ക്രിസ്മസ് ഫാദേഴ്സ്. ഓക്കെ. സോ സ്റ്റാർട്ട്. ഇനി മറക്കരുത്, ബിഷപ്പ് നിക്കോളാസ് ആണ് അതിൻ്റെ ആരംഭത്തിൻ്റെ കാരണക്കാരൻ. യാ. സോ 4 മാർക്സ് ഫോർ ബ്ലസ്സീസ് ആണ്. നെക്സ്റ്റ് ഫോർ ജോളി. ഈസി ആയിട്ടുള്ള ആൻസർ. പഴയ നിയമത്തിലെ മധ്യ അധ്യായം ഏത്? സങ്കീർത്തനം 103:3. യെസ്. -1 mark for Jolly Jaykumar. Next is you. Which is the middle chapter of the Old Testament? Job. 29. Job 29 ആണ്. So she gets 4 marks for that. മൂന്നാമത്തെ ചോദ്യം. It's again for you. മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ അച്ചടിച്ചത് ഏത് പ്രസ്സിലാണ്? മുംബൈ കൊറിയർ പ്രസ്സിൽ. -1 mark. Next chance is for Vijay. Yes. അറിയാൻ വയ്യെങ്കിൽ -1. ഗസ് ചെയ്യരുത്. പാസ്. ജോളി. പാസ്. ഇത് ഏറ്റവും ലളിതമായ ചോദ്യമാണ്. കോട്ടയം CMS പ്രസ്. That's the end of the Christian focus round. Please give me the scorecard. Blessy Siona gets 7 marks. Blessy Siona gets 7 marks. Mrs. Vijaya Simon nil. Ms. Vijaya Simon nil. And Mrs. Jolly Jaykumar -1. Ms. Jolly Jaykumar -1. All right. Now we go to the Bible bumper round. Buzzer round. Right? General questions. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൽ പൊന്ന്, വെള്ളി, താമ്രം ഇവയിലൊക്കെ പണിയുവാൻ തക്കോട്ടം ദൈവം കൃപ കൊടുത്ത വ്യക്തി ആരാണ്? ജോളി. ബെസലേൽ. വെരി റൈറ്റ് ആൻസർ. 3 marks ഫോർ ജോളി ജയകുമാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഗിദെയോന് യെരൂബാൽ എന്ന് പേരിട്ടത്? പറയൂ. പിതാവിൻ്റെ യാഗപീഠത്തെ നശിപ്പിച്ച് യഹോവ ശാലോം എന്ന് പേരിട്ട് പുതിയ യാഗപീഠം പണിതുകൊണ്ട്. ആരുടെ യാഗപീഠം? ബാലിൻ്റെ യാഗപീഠം. അതാ ഉത്തരം. പിതാവിൻ്റെ അല്ല. ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം. യാഗപീഠം പണിതുകൊണ്ടല്ല, ബാലിൻ്റെ യാഗപീഠത്തെ ഇടിച്ചു കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് യെരൂബാൽ എന്ന് പേരിട്ടത്. യു ന്യൂ ദ ആൻസർ. യു പ്രസ് ലേറ്റ്. റൈറ്റ്. ജോളി ഗെറ്റ്സ് 3 marks. Easiest question. It all depends on your hand. ഫറവോൻ സ്വപ്നത്തിൽ എത്ര പശുക്കളെ കണ്ടു? 14 പശുക്കളെ കണ്ടു. The right answer. 3 marks for Blessy Siona. Next question. യഹൂദയുടെ ആദ്യത്തെ രാജാവ് ആരായിരുന്നു? Yes, Jolly. രഹബയാം. Very right answer. 3 marks for Jolly Jaykumar. Right. Very easy question again. Right? ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയുവാൻ നോഹ എത്ര പ്രാവശ്യം പ്രാവിനെ അയച്ചു? 3.
Correct answer. 3 marks for Jolly Jayakumar. What's yours? So that brings us to the close of a Bible bumper round. Will you please give the scorecard? Blessed Siona gets 3 marks. Blessed Siona gets 3 marks. Vijaya Simon nil. Vijaya Simon doesn't get any mark. And Jolly Jayakumar 12 marks. And Jolly Jayakumar gets 12 marks. Right? All right. അടുത്തത് പ്രൈസ് റൗണ്ടാണ്. ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യും. അത് പാടിക്കഴിയുമ്പോൾ അത് ഗാനരചയിതാക്കളുടെ കുറച്ച് പേരുകൾ പറയും. ആ ഗാനം ആരാ ജയിച്ചതെന്ന് പറയണം. യു ടെൽ മീ ഹു ഹാസ് റിട്ടൺ ദ സോങ്, റിട്ടേൺ ടു ദ സോങ്. ഓൾ റൈറ്റ്? ഓൾ റൈറ്റ്. കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. The question is to Blessed Siona. You must tell me who has written the song and also the background for this song. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അഥവാ MI വർഗീസ് ആണ് ഇത് എഴുതിയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ പറഞ്ഞു സാധു കൊച്ചു വിദേശിയാണ് അല്ലേ? ദാറ്റ്സ് വെരി ഗുഡ്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. സോ യു ഗെറ്റ് 3 marks ഫോർ ദാറ്റ് സ്ട്രേറ്റ് അവേ. സോ വാട്ട്സ് ദ ബാക്ക്ഗ്രൗണ്ട്? ഏതാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? എന്താണ്? തൻ്റെ ഇളയ മകനായ ശമുവേൽ കുട്ടി മരിച്ചു, രോഗത്താൽ മരിച്ചു. അപ്പോൾ തൻ്റെ ഭാര്യ വീട്ടിലെ പറമ്പ് കിളയ്ക്കാനായിട്ട് ഒരു പണിക്കാരനെ വിളിച്ചു. അപ്പോൾ അത് തൻ്റെ ശമുവേൽ കുട്ടി ആ പ്രായത്തിലുള്ളൊരു വ്യക്തിയായതുകൊണ്ട് കണ്ടപ്പോൾ തൻ്റെ മകൻ്റെ ഓർമ്മ വന്ന് വിഷമത്താൽ ദൈവം ഇതോട് പാടിയ വരികളാണ്. ശരിയായ മറുപടിയാണ്. മരിച്ചുപോയ ശമുവേൽ കുട്ടിയുടെ പ്രായക്കാരനായിരുന്നു അവിടെ ജോലി ചെയ്യാൻ വന്നത്. സാധു കൊച്ചു ഉപദേശിക്കും 3 മക്കളായിരുന്നു. 2 ആൺമക്കൾ, വർഗീസ് കുട്ടി, ശമുവേൽ കുട്ടി, പിന്നെ മറിയാം. അപ്പോൾ ഈ 3 കുട്ടികളിൽ മറിയാമ്മയ്ക്കും ശമുവേൽ കുട്ടിക്കാണ് രോഗം പിടിപെട്ടത്. ശമുവേൽ കുട്ടി മരിച്ചുപോയി. അദ്ദേഹം അതിനെ അതിജീവിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് ഈ സമപ്രായക്കാരനായ ഈ ബാലൻ വന്നവിടെ ജോലി ചെയ്യാൻ വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ഒരുപാട് തിരിച്ചടികൾ, പ്രിയപ്പെട്ടൊക്കെ മരണം വഴിയായിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരുപാട് വേദന നീങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അവസാനത്തെ കണ്ണയായിട്ടാണ് ഈ മകൻ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ വയസ്സിൽ മാതാവായ മറിയാമ്മ മരിച്ചു. 20-ാമത്തെ വയസ്സിൽ പിതാവായ ഇട്ടി മരിച്ചു. തൻ്റെ സഹോദരന് പറഞ്ഞ് 2.5 വയസ്സുള്ളപ്പോൾ ആറ്റിൽ മുങ്ങി മരിച്ച് അകാലചരമടഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ മകനും മരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മരണത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ, ഏറ്റവും തകർന്ന അവസ്ഥയിൽ പോലും
ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വീണ്ടും തൻ്റെ വിശ്വാസം കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ഗാനം പാടുന്നത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷം അത് വാങ്ങി. ഓക്കെ, സോ Blessed Anna gets 5 marks. That is 3 + 2. Right, now for the second song. എൻ പ്രിയാനിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂമി. എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂമി. എൻ പ്രിയാനിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂമി. എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂമി. ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ. ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ. മാറ്റമില്ല വിശ്വസ്തനേ നിന്റേതല്ലോ എന്നും ഞാൻ. മാറ്റമില്ല വിശ്വസ്തനേ നിന്റേതല്ലോ എന്നും ഞാൻ. റൈറ്റ്, ചോദ്യം വിജയ സൈമനോടാണ്. ഈ പാട്ട് നേരത്തെ കേട്ടിട്ടുണ്ടോ? JV പീറ്റർ. JV പീറ്റർ ഇത് എഴുതിയത് എന്നാ പറഞ്ഞു? അതോ പുള്ളിയുടെ പേര് വെറുതെ പറഞ്ഞതേ ഉള്ളൂ? JV പീറ്റർ. JV പീറ്ററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പാട്ട് എഴുതിയത് ഗ്ലോറി മത്തായിയാണ്. അധികം പാട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് ലോകം അറിയുന്ന ഒരു പാട്ടാണ് ഗ്ലോറി മത്തായി എഴുതിയത്. ഗ്ലോറി മത്തായെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കാനായിട്ട്. കമ്പ്യൂട്ടറിലൊക്കെ പറയുന്നത് നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. അവസാനം ഗ്ലോറി മത്തായെക്കുറിച്ച് ഒരു ആൾ ഡയറിയിൽ എഴുതിയ ഡയറി കുറിപ്പാണ് കഴിഞ്ഞ രാത്രി ഞാൻ കണ്ടുപിടിച്ചത്. ക്യാപ്റ്റൻ TT മത്തായിയുടെയും ദീനാമ്മയുടെയും മകളായിട്ട് 1960 ജൂലൈ 27 ജനിച്ചത്. ഗ്ലോറി മോൾ വളരെ സമർത്ഥയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഗ്ലോറിയുടെ റെക്കോർഡ് ബുക്ക് ഇപ്പോഴും ടൈറ്റസ് സെക്കൻഡ് B.Ed കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. വളരെയധികം ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് പലപ്പോഴും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവകൃപയിലും ദൈവഭക്തിയിലുമാണ് എപ്പോഴും അവളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുവരുന്നത്. വിവാഹം, ഈ പാട്ട് 1985 രചിച്ചത്. വിവാഹമെല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞ് വിവാഹത്തിന് 4-5 ദിവസങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് ആകസ്മികമായിട്ട് ഗ്ലോറി ഈ ലോകത്തോട് യാത്ര പറയുക ചെയ്തത്. അതാണ് ഗ്ലോറിയുടെ കഥ. 25-26 വയസ്സ് മാത്രം പ്രായമുണ്ട്. അനേകർക്ക് പ്രചോദനം നൽകുന്ന ഒരു പാട്ടാണ്. പ്രിയനിൽ
അതുപോലെ ലയിച്ചു ചേർന്ന് ഇന്ന് പ്രിയൻ്റെ സന്നിധിയിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതാണ് ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? സോ ഞാൻ മറ്റവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുകൂടല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട്, അറിയാമായിരുന്നു, ഞാൻ ചോദിച്ചില്ല, ബട്ട് യു ഡോണ്ട് നോ ഇറ്റ്. സോ -1 mark for Vijay Simon. Now the third song. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ നൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ നൻ ഹൃദയം, വല്ലഭൻ നീ എന്ന ഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ. മിസ്റ്റർ ജോളി ജയകുമാർ. ഞാൻ 4 പേരുടെ പേരുകൾ പറയാം. എം ഇ ചെറിയാൻ, ജോസഫ് PC, മൂത്താമ്പാക്കൽ കൊച്ചുകൊച്ചു ഉപദേശി, മഹാകവി KV സൈമൺ. ഇവരിൽ ആരാണ് ഈ പാട്ട് എഴുതിയത്? MB ചെറിയാൻ. ഉത്തരം വളരെ ശരിയാണ്. 3 marks for ജോളി. ഇതിൻ്റെ പശ്ചാത്തലം അറിയാമോ? അറിയില്ല. ഓക്കെ. ആണ് അറിയാമോ? താൻ മെഡ്രാസിൽ ഇങ്ങനെ ശുശ്രൂഷയിലായി. എന്തോ? മെഡ്രാസിൽ ശുശ്രൂഷ. മദ്രാസിൽ ശുശ്രൂഷയായിരുന്നു. അദ്ദേഹം മദ്രാസിൽ പോയിട്ടില്ല ശുശ്രൂഷ ചെയ്യാൻ. മദ്രാസിലല്ല ശുശ്രൂഷ. ഓക്കെ, പറയൂ, ബാക്കി പരിഹരിക്കാം. പറ. തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യ പ്രസവിച്ചില്ലേ? പ്രസവിക്കാനായിട്ട് ആശുപത്രിയിൽ ഇങ്ങനെ പോകാനായിട്ട് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്. കൃത്യമായ ദൂരമാണ്, റൈറ്റ്. അപ്പോൾ പോകാനായിട്ട് പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു കുതിരവണ്ടിക്കാരൻ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് കൊണ്ടാക്കി. അങ്ങനെ അവിടെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, നഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുരുഷന്മാരെ ഇരുത്താത്തതിനാൽ താൻ തിരിച്ച് വീട്ടിൽ വന്ന് ദൈവത്തിന് പാടി ഒരു അനർത്ഥം വരുത്താതെ ഇതാക്കാൻ വേണ്ടി പാടി വരികയായിരുന്നു. യെസ്. ഒന്നാമത്തെ കാര്യം, മദ്രാസിലായിരുന്നു. ഇച്ചിരി ദൂരം അതിനെക്കാട്ട്. മധുര മദ്രാസിലാണെന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് പറയുന്നത്. മധുര വേറെ, മദ്രാസ് വേറെ. ഓക്കെ, ബാക്കി പറഞ്ഞ എല്ലാം ശരിയാണ്. മദ്രാസ് എന്ന് പറയുമ്പോഴും ഐ ക്യാൻ ആക്സെപ്റ്റ്, ബട്ട് പ്രോപ്പർ ടൗൺ ഈസ് മധുരൈ. അദ്ദേഹം ഭാര്യയുമായിട്ട് വന്ന് താമസമാക്കിയത് സുബ്രഹ്മണ്യപുരത്താണ്, മധുരയിൽ. അവിടെ ചുണ്ണാമ്പുകര തെരുവുണ്ട്. സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച് ഒന്നുമില്ലാതെ വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടിരിക്കുവാൻ തക്കവണ്ണം ബ്രദറൻ സഭയിലെ സ്ത്രീകളൊന്നും കൂട്ടാക്കിയില്ല. പുള്ളി വളരെ ആലോചിച്ചാലും അവസാനം മാർത്തോമാ സഭയിൽ പെടുന്ന ഒരു യുവതിയാണ് ഞാൻ ഉപദേശിയുടെ ഭാര്യയാകുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി തിരിച്ചത്. അങ്ങനെ അവർ വന്നു. അദ്ദേഹത്തിന് പണമൊന്നുമില്ല. ഈ ചുണ്ണാമ്പുകര തെരുവിൽ 15 രൂപ കൊടുത്ത് ഒരു കൊച്ചു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുമ്പോഴാണ് കടിഞ്ഞൂൽ പ്രസവമാണ് വേദന ആരംഭിച്ചത്. ബാക്കിയെല്ലാം ചേട്ടൻ പറഞ്ഞതുപോലെയാണ്. മുസ്ലിമിനോട് പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ പൈസ തരാം എന്ന് പറയുമ്പോൾ ആ മുസ്ലിം സഹോദരൻ പറഞ്ഞു, എനിക്കെന്നെ പൈസ,
ജീവൻ താൻ പരിച്ചു, ജീവനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാശൊന്നും വാങ്ങിക്കാതെ ഈ കുതിരവണ്ടിയിൽ 5 കിലോമീറ്റർ ദൂരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടറൊന്നുമില്ല, നേഴ്സസ് മാത്രമേ ഉള്ളൂ, ഹെഡ് നേഴ്സായിട്ട്. അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം പുരുഷന്മാർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല, ഭർത്താക്കന്മാരെ അവിടെ ഇരുത്തത്തുമില്ല. അവസാനം പ്രിയപ്പെട്ടവർ പറഞ്ഞു, പോകും, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. അദ്ദേഹം സങ്കടത്തോടെ തിരിച്ച് 5 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യണം. വീട്ടിലൊന്ന് രാത്രി മുഴുവൻ കണ്ണുനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എഴുതിയ വരികളാണിത്. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമതിയേ അനുദിനം നിൻ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമതിയേ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ. ആ പാട്ട് മുഴുവൻ എഴുതി പാടി അദ്ദേഹം ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് 5 കിലോമീറ്റർ ദൂരെ ആശുപത്രി ചെന്നപ്പോൾ ഭാര്യയുടെ പ്രസവം സുഖകരമായിട്ട് നടന്നു. ആ കടിഞ്ഞൂലിന് അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ദൈവം 3 ആൺമക്കളെ നൽകി, 4 പെൺമക്കളെ നൽകി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് എത്രയോ പാട്ടുകളാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പ്രചോദനം തരുന്നത്. പക്ഷേ നമുക്കാർക്കും അദ്ദേഹം ആരാ എഴുതിയ പാട്ടെന്ന് അറിയത്തില്ല. അദ്ദേഹം എഴുതിയ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പ്രചോദനം തരുന്നത്. കേരളത്തിൽ ഞാൻ പാടുന്ന പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ മറ്റുള്ള അനേകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആത്മീയമായ ആ ബന്ധത്തിൽ ഏറ്റവും നല്ല ഉത്തേജനം നൽകുന്നതും പ്രത്യാശ നൽകുന്നതും വിശ്വാസം ഉറപ്പിക്കുന്നതും ഒക്കെ അതിനൊക്കെ മുഖാന്തരം ഒരുക്കുന്നത് പ്രിയപ്പെട്ട പാസ്റ്റർ എം. ഇ. ചെറിയാൻ്റെ ഗാനങ്ങളാണ്. അവരുടെ കുടുംബജീവിതം 42 വർഷം നീളുന്നു. 2 പേരും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലാണ്. റൈറ്റ്, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ പ്രൈസ് റൗണ്ട്. സോ വിൽ യു പ്ലീസ് ഗിവ് ദ മാർക്സ്? യെസ്, ജാൻസി. Blessed Sayana gets 7 marks. Blessed Sayana gets 7 marks. Mrs. Vijaya Simon -1. Miss Vijaya Simon gets -1. Mrs. Jolly Jayakumar 3 marks. And Miss Jolly Jayakumar 3 marks. Right? So then you can go for the final scorecard. Please cross check. Will you please announce the marks and the winners? First prize goes to Blessed Ziona with 25 marks. Yes, first prize goes to Blessed Sayana with 25 marks. And the second prize to Mrs. Jolly Jaguma, 15 marks. Yes, Jolly Jaguma gets 15 marks and Vijaya Simon gets a consolation prize. Consolation. Right. Now here is a prize distribution. ഈ എപ്പിസോഡും ഈ സ്റ്റേജും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ശുശ്രൂഷ അനേകർക്ക് കർത്താവിനെ സാക്ഷിപ്പാൻ നിങ്ങൾക്ക് മുഖാന്തരം ഒരുക്കട്ടെ. ദൈവജനം അനേകരിലേക്ക് പകരുവാൻ ഇത് മുഖാന്തരം ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നാം അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.